ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു പീസ് തുണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചുരിദാർ അടിക്കുന്നതാണ്. അപ്പം അത്രയും പോർഷൻസ് ഇപ്പം ചുരിദാർ വെട്ടുന്നവർക്കറിയാം, അത്രയും പോർഷൻസ് മാറ്റി വെച്ചിട്ടുള്ളത് സാധാ നോർമൽ ചുരിദാറല്ല. ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞാൻ ചുരിദാറുകൾ അടിക്കലുണ്ട്, നോർമൽ മാത്രമേ അടിക്കാറുള്ളൂ. അതുപോലെ കഴുത്ത് റൗണ്ട് നെക്ക് അല്ലാതെ വേറെ ഒന്നും തന്നെ അടിക്കാനറിയില്ല. അപ്പോൾ ഇതൊരു പരീക്ഷണമാണ്. അങ്ങനെ ഞാനും അമ്മയും പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫും കൂടെ ഉണ്ടായപ്പം എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് യൂട്യൂബും അതും ഇതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഒരു രീതിയിൽ എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യം വീനക്കാണ് അടിക്കുന്നത്. വീനക്കിനെ ഡബിൾ ഷെയ്ഡ് തുണിയായിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. അങ്ങനെ അതുകൂടാതെ തന്നെ വീനക്കിന് താഴെയായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാവുമല്ലോ എന്നൊന്നും അറിയാതെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും എല്ലാം ഫുൾ തുണി കട്ട് ചെയ്തതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്കിഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ ഫിറ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല പാകത്തിൽ തന്നെയാണ്. ഫ്ലെയർ ആക്കാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്, അതായത് സൈഡ് ഓപ്പൺ അല്ലാതെ ആക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അടിച്ചു വന്നപ്പോഴേക്കും അതൊരു കുടുക്ക് പോലെ തോന്നിയതുകൊണ്ട് കുറച്ചും കൂടെ വെട്ടി നോർമൽ ചുരിദാർ തന്നെ ആക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ലുക്ക് ഞാൻ ഇട്ടതിന് ശേഷം ഫോട്ടോ എടുത്തില്ല, കാരണം ഒരു പ്രാന്തത്തിൽ ലുക്ക് ഉണ്ടായിരുന്നു, രാത്രി ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ചാറ്റ് ജി പി ടിനോട് പറഞ്ഞിട്ട് ചാറ്റ് ജി പി ടി നമുക്കൊരു നല്ല രീതിയിൽ തന്നെ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ചാറ്റ് ജി പി ടിയിൽ ഫുൾ സ്ലീവ് അല്ലായിരുന്നു എന്നുള്ളതാണ്. ഫോട്ടോ എടുത്ത് കൊടുത്തതിൽ ഫുൾ സ്ലീവ് അത്ര ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു ചാറ്റ് ജി പി ടി. അപ്പോൾ ലാസ്റ്റ് ആ ലുക്കും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക.